കുഞ്ഞി, മകനെ, നീ പിന്തിരിഞ്ഞു വന്നോ? അമ്മേ, പൂഴിമണിലൊരു വെള്ളി നാണയം മറഞ്ഞു കിടക്കുന്നത് ഞാൻ കണ്ടിരുന്നു. പിന്നെ നീ അത് അപ്പോൾ എടുക്കാതിരുന്നത്? അമ്മേ, അത് കുഞ്ഞി, തിമിരം കണ്ണിൽ നിന്നും കരളിലേക്ക് പടരുമ്പോൾ എന്റെ മകനല്ലാത്ത പലതിന്റെയും വെട്ടം നിന്റെ ചങ്കിലൊട്ടും. അമ്മേ, അങ്ങനൊന്നും പറയല്ലേ. ഒരു വെള്ളി നാണയം, ഒരൊറ്റ വെള്ളി നാണയം. അമ്മയോടായതുകൊണ്ട് ഞാൻ പറയാം. യേശുവ എന്നെ സ്നേഹിത എന്ന് വിളിച്ചിട്ടുണ്ട്, വിരുന്നിന് കൂടെ ഇരുത്തിയിട്ടുമുണ്ട്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് അതിലും അപ്പുറമാണ്. എല്ലാവരെയും ഭരിക്കുന്ന, എല്ലാവരെയും വരുതിക്ക് നിർത്തുന്ന ഒരു രാജാവ്. അവനെ ഞാൻ വിശ്വസിച്ചതാ. മുഴുവനായും എല്ലാം കൊടുത്തു. എല്ലാം കൊടുത്ത് എന്റെ കേസ് കാലിയുമായി. എനിക്കെന്തെങ്കിലുമൊക്കെ വേണ്ടേ അമ്മേ? യൂദാ, എന്റെ കുഞ്ഞി, എന്റെ മകൻ തരാത്ത ഏത് ആനന്ദം വിലയ്ക്ക് വാങ്ങാനാണ് നിനക്ക് ഈ വെള്ളി നാണയം? അമ്മേ, പോയി ശാന്തമായി ഉറങ്ങൂ യൂദാ. അവസാന അത്താഴം. മാനവരക്ഷയുടെ വഴിയിലേക്ക്, കാൽവരിയുടെ നെറുകയിലേക്ക് ഈശോ നടന്നെടുക്കുന്നതിന് തൊട്ടുമുമ്പുള്ള നിമിഷങ്ങൾ. സിഹിയോനിലെ ഈ മേശയിൽ നിശബ്ദതയിൽ തിരിതെളിഞ്ഞപ്പോൾ 12 ഹൃദയങ്ങൾ യേശുവിൽ ഒന്നായി. നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വന്തം ശരീരവും തിരുരക്തവും ശിഷ്യന്മാർക്ക് പകുത്തു നൽകിയ അവസാന വിരുന്ന്. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ആധാരമായ വിശുദ്ധ കുർബാന സ്ഥാപിതമായ അനുഗ്രഹീത നിമിഷങ്ങൾ. ഈ ഏറ്റവും പരിപാവനമായ അത്താഴത്തിൽ പങ്കുചേരാൻ ഞങ്ങളെ വിളിച്ച ദൈവമേ, അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും രൂപത്തിൽ ക്രിസ്തുവിന്റെ യഥാർത്ഥ ശരീരവും രക്തവും വിശുദ്ധ കുർബാനയിലൂടെ സ്വീകരിക്കുവാൻ, അതുവഴി നിന്റെ യാഗബലിയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈ ലോക പാപങ്ങളിൽ ഞങ്ങൾ വീണുലയുമ്പോൾ ഞങ്ങളുടെ കൊച്ചു ജീവിതങ്ങളെയും വീണ്ടും ഈ സിഹിയോനിലെ മേശയിലേക്ക് നയിക്കണമേ. പകുത്തു നൽകാനും പകർന്നു കൊടുക്കാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഈശോ അവസാന അത്താഴത്തിന് ശേഷം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സെബദിയുടെ പുത്രന്മാരെയും കൂട്ടി കെദ്രോൻ താഴ്വരയുടെ അടുത്തുള്ള ഈശോ പലതവണ ശിഷ്യന്മാരുമൊത്ത് അവിടെ പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. തനിക്ക് വരാനിരിക്കുന്ന പീഡകളെക്കുറിച്ചും തന്നെ 30 വെള്ളി നാണയങ്ങൾ കൊറ്റിക്കൊടുക്കുന്നവനെക്കുറിച്ചും മുൻകൂട്ടി അറിയാമായിരുന്ന ഈശോ അതീവ ദുഃഖത്താൽ തളർന്നിരുന്നു. എന്നാൽ ശിഷ്യന്മാരാകട്ടെ ഈശോ കടന്നു പോകാനിരിക്കുന്ന പീഡകൾ ഒന്നും അറിയാതെ നിദ്രാഭാരത്താൽ ക്ഷീണിതരുമായിരുന്നു. ഈശോയുടെ കൂടെ ഉണർന്നിരിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. പത്രോസേ, നിങ്ങൾക്ക് 1 മണിക്കൂർ പോലും എന്റെ കൂടെ ഉണർന്നിരിക്കുവാൻ കഴിയുന്നില്ലേ? ഗുരു, ഞങ്ങളെല്ലാവരും വളരെ ക്ഷീണിതരാണ്. കണ്ണുകൾ നിദ്രാഭാരത്താൽ കുഴഞ്ഞു പോകുന്നു. ഇന്ന് രാത്രി നിങ്ങളെല്ലാവരും
എന്നിൽ ഇടറും. ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഗുരു, ആര് നിന്നിൽ ഇടറിയാലും ഞാൻ നിന്നെ തള്ളി പറയുകയില്ല. പത്രോസേ, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഈ രാത്രി കോഴി കൂവുന്നതിന് മുൻപ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. ഇല്ല ഗുരു, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല. തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. നിങ്ങൾ എന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ തിരുവിഷ്ടം പൂർത്തിയാകട്ടെ. നിങ്ങൾ ഇപ്പോഴും ഉറങ്ങുകയാണോ? അല്പനേരമെങ്കിലും എന്നോടുകൂടി ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? പരീക്ഷണങ്ങളിൽ വീണു പോകാതിരിക്കുവാൻ നിങ്ങൾ എൻ്റെ പിതാവിനോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ ഇനി അധിക സമയമില്ല. എഴുന്നേൽക്കൂ, നമുക്ക് പോകാം. ആത്മാവ് സന്നദ്ധമാണെങ്കിലും എൻ്റെ ശരീരം ബലഹീനമാണ്. എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു. കള്ളന്മാർ നടുവിൽ കിടന്നതും നിന്നെ ഉയർത്തുവാനല്ലയോ? മാർവിടമാഴമായി മുറിഞ്ഞതും സൗഖ്യം നിനക്കേകാനല്ലയോ? കള്ളന്മാർ നടുവിൽ കിടന്നതും നിന്നെ ഉയർത്തുവാനല്ലയോ? മാർവിട